ഹല്ലേലൂയ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, വലിയ അനുഗ്രഹത്തിൻ്റെ 8 ദിവസങ്ങൾ നമുക്ക് വേണ്ടി ഷക്കീന ചാനൽ ഒരുക്കിയിരിക്കുക. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനോട് ചേർന്ന് 8 ദിവസത്തെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയിലേക്ക് വിശ്വാസ സമൂഹം ഒത്തൊരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഒത്തിരിയേറെ വിശ്വാസ പ്രതിസന്ധികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ദൂതൻ അറിയിച്ചത് മുഴുവൻ ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റെടുത്ത പരിശുദ്ധ അമ്മയുടെ ആ വലിയ സമർപ്പണത്തോട് ചേർന്നുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ സമർപ്പിച്ചുള്ള ഒരു മുന്നേറ്റത്തിന് നമ്മൾ ഒരുങ്ങുകയാണ്. ഒരു പുതിയ പുറപ്പാടിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കാനായിട്ട് പോകുകയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ഒരു അസാധാരണമായ മുന്നേറ്റത്തിലേക്ക് ക്രൈസ്തവ സമൂഹം കുതിക്കുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നമ്മളെ സഹായിക്കുവാനായി, നമ്മളെ ബലപ്പെടുത്തുവാനായി പരിശുദ്ധ ദൈവമാതാവ് നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. അമ്മ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ അനേകം വെളിപ്പെടുത്തലുകൾ, ഇടപെടലുകൾ ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട്. ലൂർദിലും ഫാത്തിമയിലുമൊക്കെ പരിശുദ്ധ അമ്മ ശക്തമായിട്ട് പ്രത്യക്ഷപ്പെട്ടതും ഇടപെട്ടതൊക്കെ നമുക്കറിയാം. ഈ കാലഘട്ടത്തിലും പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുവാനായി നമ്മോടൊപ്പം നിരന്തരമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. കാനായിലെ കല്യാണ വീട്ടിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ആ കുടുംബത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിന് നിമിഷമായിട്ട് അമ്മയുടെ സാന്നിധ്യം മാറുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനത്തിൽ പരിശുദ്ധ അമ്മ ഇപ്രകാരം പറയുകയാണ്: അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഇന്നും എന്നോടും നിങ്ങളോടും വിശ്വാസ സമൂഹത്തോട് മുഴുവൻ പരിശുദ്ധ അമ്മയ്ക്ക് പറയാനുള്ളത് ഇതാണ്: അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അവൻ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു, എൻ്റെ പ്രിയ മകൻ, ദൈവത്തിൻ്റെ പുത്രൻ, ലോകത്തിൻ്റെ രക്ഷകൻ, മാനവരാശിയുടെ രക്ഷകൻ, ശക്തനായ ദൈവം, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. അതുമാത്രമാണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും. ക്രൈസ്തവ വിശ്വാസികൾ മുഴുവൻ അവൻ പറയുന്നത് ചെയ്യണം. യേശു, ദൈവപുത്രനായ യേശു, ദൈവം തന്നെയായ യേശു, സർവശക്തനായവൻ യേശു, മരണത്തെ തോൽപ്പിച്ച ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു പറയുന്നത് മാത്രം ചെയ്യണമെന്ന പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനമേ, പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളോട് ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് പറയാനുള്ളതാണ്: എൻ്റെ മകനായ യേശു, എൻ്റെ പ്രിയ മകനായ യേശു, നിങ്ങൾക്ക് വേണ്ടി സഹിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന യേശു, അവൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചെയ്യണം. അവൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുക. അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവന് പറയാനുള്ളതെല്ലാം ഈ വിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ മേഖലയിൽ വലിയ പരീക്ഷണങ്ങൾ, വലിയ തകർച്ചകൾ, വലിയ ഞെരുക്കങ്ങളിലൂടെ ദൈവജനം കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണിത്. പ്രത്യേകിച്ച് രോഗങ്ങൾ, വലിയ സാമ്പത്തിക തകർച്ചകൾ, കുടുംബത്തിൻ്റെ പ്രതിസന്ധികൾ, കുടുംബം ഒത്തിരിയേറെ പ്രതിസന്ധി നേരിടുകയാണ്. അതുപോലെ ലോകമെമ്പാടും പടർന്നു പിടിച്ചിരിക്കുന്ന പകർച്ചവ്യാധി കൊറോണ-19, ഇതെല്ലാം മനുഷ്യനെ ഞെരുക്കത്തിലേക്ക്, വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി ആളുകൾ മടുത്തു, മാനസികമായിട്ട് മടുത്തിട്ടുണ്ട്. ജോലി നഷ്ടപ്പെട്ടവർ, കടഭാരങ്ങളിൽ തകർന്നവർ, വിശ്വാസ ജീവിതത്തിൽ വലിയ ഒരു പരീക്ഷണം നേരിടുകയാണ് അനേക വ്യക്തികൾ. 2 കൊരിന്തോസ് 13-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം പറയുന്നു: നിങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ.
നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ക്രൈസ്തവ വിശ്വാസം, യേശുള്ള വിശ്വാസം ചോർന്നു പോയിട്ടുണ്ടോ? ഒരു വിശ്വാസ ജീവിതം നയിക്കുവാനായി, സാക്ഷ്യം കൊടുക്കുന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ട് നിനക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനായിട്ട് അപ്പസ്തോലൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിവിൻ, യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഉയർത്തെഴുന്നേറ്റവനായ യേശു എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ വിശ്വാസം അതാണ്. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ലോകത്തിൻ്റെ വിശ്വാസങ്ങൾ, ലോകത്തിൻ്റെ തത്വശാസ്ത്രങ്ങൾ, ലോകത്തിൻ്റെ നീതിശാസ്ത്രങ്ങൾക്കപ്പുറം നിന്റെ ഉള്ളിൽ വസിക്കുന്നവൻ ജീവിക്കുന്ന ദൈവമാണെന്നുള്ള വിശ്വാസത്തിൻ്റെ തിരിച്ചറിവിലേക്ക് ഓരോ ക്രൈസ്തവ സഹോദരനും ഉണർന്നെഴുന്നേൽക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുക. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഉറങ്ങുന്നവനെ ഉണരുക, എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുവാൻ പോകുന്നു. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കാൻ പോകുന്നു. ഉണർന്നെണീൽക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് വിശ്വാസികളായ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഒരു പുതിയ ഉണർവിൻ്റെ ശക്തി, വിശ്വാസത്തിൻ്റെ ശക്തി നമ്മിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിറയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ 8 നോയമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ എനിക്ക് ശക്തി നൽകണമേ. സഹനങ്ങളിലും തകർച്ചകളിലും പരാജയങ്ങളിലും ജീവിത പ്രതിസന്ധികളിലും ഞെരുക്കുന്ന അനുഭവങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തിക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പസ്തോലന്മാർ യേശുവിനോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. വിശ്വാസം വർദ്ധിക്കുകയും വിശ്വാസത്തിൻ്റെ വലിയൊരു ഉറപ്പ് നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ നിറയുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെ, പ്രതിസന്ധികളിലൂടെ ദൈവത്തിൻ്റെ ജനം ലോകമെമ്പാടും കടന്നു പോകുന്നു. ഇത് വിശ്വാസ സമൂഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, നന്ദി. ഹല്ലേലൂയ. സാധിക്കുന്നവരൊക്കെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ലൂക്കാസ് വിശേഷം 2-ാം അധ്യായത്തിൽ 41 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമ്മളിന്ന് കടന്നു പോവുക. ബാലനായ യേശുവിനെയുമായിട്ട് മാതാപിതാക്കന്മാർ ജെറൂസലേമിൽ ആണ്ടുതോറുമുള്ള പെസഹ തിരുനാളിന് പോകുന്ന സംഭവമാണിത്. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറൂസലേമിലേക്ക് പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറൂസലേമിൽ തങ്ങി. ആണ്ടുതോറും മാതാപിതാക്കന്മാർ ജെറൂസലേമിൽ തൻ്റെ മക്കളെയുമായിട്ട് തിരുനാൾ ആഘോഷിക്കാൻ പോകുമായിരുന്നു. അത് വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവിതം. അന്ന് യഹൂദന്മാർ അവർക്കുണ്ടായിരുന്ന ഒരേ ഒരു ദേവാലയം ജെറൂസലേം ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആഴമായ വിശ്വാസ ജീവിതമായിരുന്നു. മാതാപിതാക്കന്മാർ യേശുവിനെയുമായിട്ട് ജെറൂസലേം ദേവാലയത്തിലേക്ക് പോയി. ഔസേ പിതാവിനെ കുറിച്ച് പറയുന്നു, ഔസേ പിതാവ് നീതിമാനായിരുന്നു.
പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പറയുന്നു, ദൈവ കൃപ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ മറിയം. ആ നീതിമാനായ ഔസേപ്പും ദൈവ കൃപ നിറഞ്ഞവളായ പരിശുദ്ധ മറിയവും കൂടി യേശുവിനെയും കൂട്ടി ജെറുസലേം ദേവാലയത്തിലേക്ക് ആണ്ടുതോറും നടക്കുന്ന തിരുനാളിന് വേണ്ടി പോകുക. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഇടവക ദേവാലയം തന്നെയാണ്. ഇടവക ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസം രൂപപ്പെട്ടിരിക്കുന്നത്. ആ വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത് മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മുടെ വിശ്വാസ ജീവിതം ആരംഭിക്കുകയാണ്. പിന്നീട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നതോ നമ്മുടെ ദേവാലയത്തിൽ വെച്ച് അവസാന അന്ത്യകർമ്മങ്ങൾ പുരോഹിതൻ ചെയ്തതിനു ശേഷമാണ് സെമിത്തേരിയിലേക്ക് ഓരോ വ്യക്തിയുടെ മൃതശരീരത്തെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം ആരംഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ദേവാലയം, അൾത്താര, വിശുദ്ധ കുർബാന, ബലിയർപ്പണം, വൈദികര സഭ. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായിട്ട് നമ്മുടെ ദേവാലയം മാറുകയാണ്. ബലിപീഠവും വിശുദ്ധ കുർബാനയും നമ്മുടെ ജീവിതത്തിലെ കൂദാശ ജീവിതവും വളരെയേറെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഔസേപ്പിതാവും മാതാവും യേശുവിനെയുമായിട്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. ആണ്ടുതോറുമുള്ള ബലിയർപ്പണം, ആ കാഴ്ചയർപ്പണവും അവിടുത്തെ തിരുനാൾ ആഘോഷവും ഒക്കെ കഴിഞ്ഞിട്ട് മാതാപിതാക്കന്മാർ തിരിച്ചു പോരുകയാണ്. ഔസേപ്പിതാവും മാതാവും തിരിച്ചു പോന്നു. പക്ഷേ അവരോടൊപ്പം യേശു ഉണ്ടായിരുന്നില്ല. അവരോടൊപ്പം യേശു ഉണ്ടായിരുന്നില്ല. യേശു ജെറുസലേമിൽ തന്നെ തങ്ങി എന്നാണ് പറയുന്നത്. ജെറുസലേമിൽ തൻ്റെ പിതാവിൻ്റെ ആലയത്തിൽ അവൻ തങ്ങുകയാണ്. പിതാവിൻ്റെ ആലയത്തിൽ യേശു തങ്ങി. യേശു പറയുന്നുണ്ട്, തൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു. തൻ്റെ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ആലയത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച് ഒരു തീഷ്ണത നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്നുണ്ടോ? നമ്മുടെ സഭാ സംവിധാനങ്ങളെക്കുറിച്ച് ഒരു തീഷ്ണത നിറയുന്നൊരു സ്നേഹം നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്നുണ്ടോ? ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ജെറുസലേം ദേവാലയത്തിൽ യേശു തങ്ങുകയാണ്. ഔസേപ്പിതാവും മാതാവും തിരിച്ചു വന്നു. ഒരു ദിവസത്തെ വഴി പിന്നിട്ടപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് യേശു അവരോടൊപ്പമില്ല. മാതാപിതാക്കന്മാർ ഇങ്ങനെ ചിന്തിച്ചു, യാത്രാ സംഘത്തോടൊപ്പം അവർ കാണുമായിരിക്കും. അങ്ങനെയാണ് ചിന്തിച്ചത്. പക്ഷെ യാത്രാ സംഘത്തിൻ്റെ ഇടയിൽ, ബന്ധുക്കളുടെ ഇടയിലെല്ലാം അവരൊരു ദിവസം തേടി നടന്നു. യേശുവിനെ കണ്ടുകിട്ടിയില്ല. അവരെ തിരിച്ച് ജെറുസലേം ദേവാലയത്തിലേക്ക് മടങ്ങുകയാണ്. ഒരു ദിവസം പിന്നിട്ടപ്പോഴാണ് യേശു കൂടെയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാവുന്നത്. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം വർഷങ്ങൾ പിന്നിട്ടു. നമ്മുടെ കൂടെ യേശു ഉണ്ടായിരുന്നോ? യേശു എൻ്റെ ഉള്ളിലുണ്ടോ? നിന്റെ വിശ്വാസ ജീവിതത്തെ നീ ഒന്ന് പരിശോധിച്ചു നോക്കുക. ഒരു ദിവസത്തെ വഴി പിന്നിട്ടതിന് ശേഷം മാതാപിതാക്കന്മാർ തിരിച്ചു നടക്കുകയാ ജെറുസലേമിലേക്ക്. നിന്റെ വിശ്വാസ ജീവിതത്തെ നീ പരിശോധിക്കണം. എൻ്റെ കർത്താവിൻ്റെ വചനമനുസരിച്ച് ഞാൻ ജീവിച്ചോ? ഞാൻ ജീവിക്കുന്ന നാട്ടിൽ അനേകം വിജാതിയരുണ്ട്. അവരുടെ മധ്യത്തിൽ ഞാൻ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുത്തോ? എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ ഉറച്ചു നിന്ന വ്യക്തിയാണോ? നിന്റെ ഉള്ളിൽ വസിക്കുന്ന യേശുവിനെ നിനക്ക് മഹത്വപ്പെടുത്തി ഒരു ജീവിതം നയിക്കാൻ, വിശ്വാസത്തിൻ്റെ കരുത്തേറിയ ഒരു ജീവിതം നയിക്കുവാൻ നിനക്ക് സാധിച്ചോ എന്ന് പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാതാപിതാക്കന്മാർ ഉത്കണ്ഠയോടുകൂടെ ജെറുസലേമിലേക്ക് നടക്കുകയാണ്. 3 ദിവസത്തെ അന്വേഷണത്തിനു ശേഷമാണ് അവർ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടുന്നത്. 16-ാമത്തെ വചനം പറയുന്നു, മാതാവും ഔസേപ്പിതാവും
യേശുവിൻ്റെ അടുക്കൽ പറയുക, അമ്മ പറയുക, എത്ര ഉത്കണ്ഠയോടുകൂടിയ ഞങ്ങൾ നിന്നെ അന്വേഷിച്ചത്, എത്ര ഉത്കണ്ഠയോടുകൂടിയ ഞങ്ങൾ നിന്നെ തെരഞ്ഞുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ ജനമേ, വലിയ ഉത്കണ്ഠയോടെ, ഹൃദയഭാരത്തോടെ, ഹൃദയവേദനയോടെ യേശുവിനെ നമ്മൾ തേടേണ്ടിയിരിക്കുന്നു. നിന്റെ വിശ്വാസ ജീവിതത്തിൽ എവിടെയാണ് തകർച്ച ആരംഭിച്ചത്? വിശ്വാസ ജീവിതത്തിൽ എവിടെയാണ് തോൽവി സംഭവിച്ചത്? വിശ്വാസ ജീവിതമൊക്കെ വിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം, ലോകത്തിൻ്റെ ക്രമപ്രകാരം എന്നുമതിനാണ് നീ ജീവിക്കാൻ തുടങ്ങിയത്. ഔസേപ്പും മറിയവും ഉത്കണ്ഠയോടുകൂടെ യേശുവിനെ അന്വേഷിച്ചു, ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തുകയാണ്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നമുക്കൊക്കെ മക്കളൊക്കെ ഉണ്ട്, നമ്മളൊക്കെ വിവാഹം കഴിച്ചവരാണ്. നിങ്ങളുടെ മക്കളെ ഒരു 2 മണിക്കൂർ അല്ലെ ഒരു 3 മണിക്കൂർ കാണാതായാൽ, നിങ്ങളാരെങ്കിലും നിങ്ങളുടെ ഇടവക ദേവാലയത്തിലോ അല്ലെ നിങ്ങളുടെ ദേശത്തു നടക്കുന്ന ദിവ്യകാരുണ്യ ആരാധന എഴുന്നള്ളിച്ച് ഒരുപക്ഷെ 24 മണിക്കൂറോ 12 മണിക്കൂറോ ആരാധന നടക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതം വിലയുള്ളതായിട്ട് മാറുകയാണ്. അനേക മാതാപിതാക്കന്മാർക്ക് തൻ്റെ മക്കൾക്ക് വിശ്വാസ ജീവിതത്തെ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. വിശ്വാസ ജീവിതത്തിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് മാതാപിതാക്കന്മാർക്ക് സാധിച്ചിട്ടില്ല. എത്ര മാതാപിതാക്കന്മാർക്ക് സാധിക്കും? എൻ്റെ മകൻ, എൻ്റെ മകൾ എൻ്റെ ഇടവക ദേവാലയത്തിൽ അല്ലെ ദിവ്യകാരുണ്യ ആരാധന സ്ഥലത്തുണ്ടാവുമെന്ന് സാധ്യത വളരെ കുറവാ. പല യുവാക്കന്മാരും എവിടെയായിരിക്കും? സിനിമാ തിയേറ്ററിലായിരിക്കാം, അല്ലെ ലഹരി വിൽക്കുന്ന കേന്ദ്രങ്ങളിൽ, കഞ്ചാവിൻ്റെ, മയക്കുമരുന്നിൻ്റെ മറ്റു വിൽക്കുന്ന കേന്ദ്രങ്ങളിൽ, അല്ലെ തെറ്റായ മറ്റു പല കാര്യങ്ങളും നടക്കുന്ന സ്ഥലങ്ങളിലല്ലേ ഇന്ന് യുവാക്കന്മാരെ കണ്ടെത്താൻ സാധിക്കുന്നത്? എന്തു പറ്റി നമ്മുടെ യുവാക്കന്മാർ വഴിതെറ്റിപ്പോയത്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: യുവാക്കന്മാരെ, നിങ്ങൾ ശക്തന്മാരാണ്, എന്തെന്നാൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളിലുണ്ട്, നിങ്ങൾ സാത്താനെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ മക്കളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനമുണ്ടോ? നമ്മുടെ യുവാക്കന്മാരും യുവതികളും വിശ്വാസത്തിൽ ശക്തരായിട്ട് മാറിയിട്ടുണ്ടോ? അവർ വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കുന്നവരായി തീർന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വലിയ ഒരു അപകടത്തിലേക്ക് അടുത്ത തലമുറ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ വിശ്വാസമില്ലാത്ത അനേകം യുവാക്കന്മാരെ ഓരോ ധ്യാനങ്ങളിൽ, കൺവെൻഷനുകളിൽ ഞാൻ കണ്ടുമുട്ടുന്നുണ്ട്. അനേകം മാതാപിതാക്കന്മാർ വന്ന് പറയുന്നു, മക്കൾക്ക് വിശ്വാസമില്ല, പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ല, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല, കൂദാശ ജീവിതം ഒരു താല്പര്യമില്ല. അനേകം യുവാക്കന്മാർ വഴിതെറ്റിപ്പോയിരിക്കുന്നു, വിശ്വാസം ഉപേക്ഷിച്ചിരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ച അതേ അപകടം ഇന്ന് നമ്മുടെ നാട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുക. മയക്കുമരുന്നിനും മദ്യത്തിനും ജഡികാസക്തിക്കും തെറ്റായ പ്രേമബന്ധങ്ങളിലും പാപകരമായ ജീവിതത്തിലൊക്കെ അനേകം ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ന് മുഴുകി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിശ്വാസ ജീവിതത്തിൻ്റെ തകർച്ചയുടെ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അടിസ്ഥാന കാരണം കുടുംബങ്ങളിലാണ് സംഭവിച്ചത് എന്ന സത്യം മാതാപിതാക്കന്മാർ മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് പാരമ്പര്യമായിട്ട് ലഭിച്ച ക്രൈസ്തവ വിശ്വാസം, നമുക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ പാരമ്പര്യം നമ്മുടെ മക്കൾക്ക് ആവോളം കൊടുത്ത് അതിൽ വളർത്തുവാൻ സാധിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ വളരുക. അതുമാത്രം പോരാ, അടുത്ത തലമുറ, നമ്മുടെ മക്കൾ അടുത്ത 2, 3 അല്ലെ വരുന്ന ജനറേഷൻ മുഴുവൻ വിശ്വാസത്തിൽ ജീവിക്കുക. ഇതിനു വേണ്ടിയ
നമ്മൾ കഠിനമായിട്ട് പരിശ്രമം ചെയ്യേണ്ടിയിരിക്കുന്നത്. ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ, നിരീശ്വരവാദത്തിൽ വിശ്വസിക്കുന്നവർ, ദൈവത്തെ തള്ളിപ്പറയുന്നവർ, സാത്താൻ ആരാധനയ്ക്ക് പോകുന്നവർ, മറ്റ് മോശപ്പെട്ട പല കാര്യങ്ങൾക്ക് പോകുന്ന ധാരാളം വ്യക്തികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഹല്ലേലൂയ. നമ്മളിത് തിരിച്ചറിയണം. വിശ്വാസത്തിൽ വലിയ ഒരു അപജയം നമ്മുടെ സമൂഹത്തിൽ, വിശ്വാസികളുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആ മാതാപിതാക്കന്മാർ ജെറുസലേം ദേവാലയത്തിൽ വെച്ച യേശുവിനെ കണ്ടുമുട്ടുന്നത്. ഉത്കണ്ഠയോടെ ഞങ്ങൾ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. യേശു കൊടുക്കുന്ന ഉത്തരം, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആയിരിക്കേണ്ടിയിരുന്നില്ലേ? നമ്മുടെ മക്കൾക്ക് എത്രമാത്രം വിശ്വാസമുണ്ട്, എത്രമാത്രം നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കന്മാർ എത്രമാത്രം വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ കാലഘട്ടം വലിയ ഒരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടമാണ്. ഇതിൻ്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയണം. ക്രൈസ്തവ സമൂഹം മുഴുവൻ ഇത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കുതിക്കേണ്ട സമയമായിരിക്കുന്നു. നാനാഭാഗത്തു നിന്ന് നേരിടേണ്ടി വരുന്ന വിശ്വാസത്തിലെ പരീക്ഷണങ്ങൾ, വിശ്വാസത്തിൽ നമ്മുടെ മക്കളൊക്കെ പലയിടത്തും തോറ്റുപോകുക. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, ജോലി സ്ഥലത്ത് ചെയ്യുന്ന കുട്ടികളൊക്കെ അവിടെ വിശ്വാസത്തെ തോൽപ്പിക്കുന്ന മറ്റു പലതും അവരെ ഇന്ന് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ വലിയ പരാജയത്തെ നമ്മൾ അതിജീവിക്കേണ്ടിയിരിക്കുന്നു. റോമ 10:17 വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനുമാണ്. വിശ്വാസത്തെക്കുറിച്ച് അവർ കേൾക്കണം, ദൈവത്തെക്കുറിച്ച് അവർ കേൾക്കണം. വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങൾ, വചനത്തിൻ്റെ നിഗൂഢത നമ്മുടെ മക്കൾ തിരിച്ചറിയണം. വിശ്വാസ സമൂഹം ഉറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കാലമായത്. ഉറങ്ങുന്നവനെ ഉണരുക. നമ്മുടെ ചുറ്റുവട്ടത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മുടെ വിശ്വാസത്തെ തോൽപ്പിക്കത്തക്ക വിധം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടിലേക്ക് വിശ്വാസ സമൂഹം മുഴുവൻ, സഭാ നേതൃത്വം മുഴുവൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ഒരേ മനസ്സോടെ, ഒരേ ആത്മാവോടെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനു വേണ്ടി, വിശ്വാസത്തിനു വേണ്ടി പോരാടുന്നുവെന്ന് നിങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ തക്കവണ്ണം എനിക്ക് കഴിയണം. ഒരേ ആത്മാവോടെ, ഒരേ മനസ്സോടുകൂടി ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം കൊടുക്കുവാൻ, വിശ്വാസത്തിനു വേണ്ടി നിങ്ങൾ പോരാടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസം ഒരു ആത്മീയ പോരാട്ടത്തിൻ്റെ ജീവിതത്തിലാണ്. വിശ്വാസം ഒരു വലിയ പോരാട്ടത്തിൻ്റെ ജീവിതം തന്നെയാണ് ഈ കാലഘട്ടം. നമ്മുടെ ചുറ്റുവട്ടം മുഴുവൻ തിന്മ ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞു. പിശാചിൻ്റെ ആധിപത്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഫ്രീമേസൺ സംഘങ്ങളും കുട്ടിച്ചാത്തലും സേവയുടെ ആൾക്കാരും പൈശാചിക ആരാധന നടത്തുന്നവരും ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരൊക്കെ നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. വചനം പറയുന്നു, ഒരേ മനസ്സോടും ഒരേ ആത്മാവോടും കൂടെ ഉറച്ചു നിന്ന് സുവിശേഷത്തിലുള്ള വിശ്വാസത്തിനു വേണ്ടി പോരാടണം. സുവിശേഷത്തിലുള്ള വിശ്വാസത്തിനു വേണ്ടി നിങ്ങൾ പോരാടണം. ഇന്ന് സംഭവിച്ചിരിക്കുന്ന വലിയൊരു അപകടമുണ്ട്. അത് ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ സംഭവിച്ചിരിക്കുന്ന വലിയൊരു അപകടം ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, റീത്തുകൾ തമ്മിലുള്ള
വിഭജനങ്ങളും തർക്കങ്ങളും അസ്വസ്ഥതകളും ഒരു വശത്ത്, മറ്റൊരു വശത്ത് ചില സഭാവിഭാഗങ്ങൾ തെരുവിൽ പോരാടുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. വലിയ സങ്കടത്തോടെ, വലിയ വേദനയോടെ ഞാനത് പങ്കുവയ്ക്കുന്നത്. ചില സഭകൾ തെരുവിൽ പോരാടുന്നു. എല്ലാവരുടെയും വിശ്വാസം ക്രിസ്തുവില. സഭ വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. യേശുവിനെ ആരാധിക്കുന്നവർ, യേശുവിനെ സ്നേഹിക്കുന്ന സഭാ വിഭാഗങ്ങൾ എല്ലാവരും, ഒരുപക്ഷെ പഠനങ്ങളിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കാം, പക്ഷെ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മൾ യേശുവിനെ ആരാധിക്കുന്നവരാണ് എല്ലാവരും. കത്തോലിക്ക സഭയിലുള്ളവരും, ഓർത്തഡോക്സ് യാക്കോബ സഭയിലുള്ളവരും, മർത്തോമ, CSI, പ്രൊട്ടസ്റ്റന്റ് എല്ലാ സഭകളിലുള്ളവരും ആരാധിക്കുന്നത് യേശുവിനെയാണ്. ദൈവത്തിൻ്റെ ജനമേ, കേരളത്തിലുള്ള കത്തോലിക്ക സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് തിരിച്ചറിയേണ്ടത് ഇവിടുത്തെ വിശ്വാസ സമൂഹ, ആത്മായ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സഭയെ ഉണർത്തുവാൻ ഒരു മനസ്സോടെ, ഒരാത്മാവോടെ ഇവിടെ നിൽക്കണമെങ്കിൽ, സഭകൾ ഒന്നിച്ചു ചേരണമെങ്കിൽ ആത്മായ സഹോദരങ്ങൾ വിശ്വാസത്തിനു വേണ്ടി പോരാടുവാൻ ഇറങ്ങിത്തിരിക്കണം. ആത്മായ സഹോദരങ്ങൾ ഒറ്റക്കെട്ടായിട്ട് സഭ നേതൃത്വത്തോടുകൂടെ മുന്നേറാനൊരു തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. ഓരോ വിശ്വാസിയും സഭാ നേതൃത്വത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ ക്രൈസ്തവ സഭകളും യേശുവിനെ ആണ് ആരാധിക്കുന്ന കാഴ്ചപ്പാട് വ്യക്തമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊന്നിച്ചു മുന്നേറണം. ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ കാൽച്ചോട്ടിലെ മണ്ണ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. വരും നാളുകളിൽ നമ്മൾ ഏൽക്കേണ്ടി വരുന്ന വിഷമസന്ധികൾ എന്താണെന്ന് നമ്മൾ നേരിട്ട് കാണാനായിട്ട് പോകുക. വരും കാലഘട്ടങ്ങൾ എത്രമാത്രം ഞെരുക്കപ്പെടുന്നൊരു കാലഘട്ടമാണെന്ന് നമുക്ക് അറിയില്ല. ലോകരാജ്യങ്ങളിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ക്രൈസ്തവ സഭകളും കണ്ണ് തുറന്ന് കാണേണ്ടിയിരിക്കുന്നു. കണ്ണടച്ചിരുട്ടാക്കരുത്. സഭാ വിഭാഗങ്ങൾ ഒന്നിച്ച് ആയിത്തീരേണ്ട കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുക. യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഒരിടയനും ഒരു തൊഴുത്തുമാകണം. ഒരിടയനും ഒരു തൊഴുത്തുമാകണം. യേശുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സഭകൾ തമ്മിൽ ഭിന്നിച്ചു നിൽക്കരുത്. സഭകൾ തമ്മിൽ വഴിയോരങ്ങളിൽ പോരാടുന്നത് അവസാനിപ്പിക്കണം. സഭാ വിഭാഗങ്ങൾ തമ്മിലുള്ള കേസുകൾ അവസാനിപ്പിക്കണം. ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിന്നില്ലെങ്കിൽ വരും നാളിൽ നമ്മുടെ ദേവാലയങ്ങളിൽ യേശുവിനെ ആരാധിക്കുവാൻ, ബലിയർപ്പിക്കുവാൻ വരുന്ന ഒരു തലമുറ ഉണ്ടാകുമോ ഇല്ലയോ? ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 10 വർഷം അല്ലെ 20 വർഷം 25 വർഷം കാണുമ്പോൾ നമ്മൾ പണിതുയർത്തിയിരിക്കുന്ന ഈ ദേവാലയങ്ങളിൽ ബലിയർപ്പിക്കുവാൻ അടുത്ത ഒരു തലമുറ, അവരുടെ മക്കൾ ഉണ്ടാകുമോ? അതുള്ള വിശ്വാസ പാരമ്പര്യം, വിശ്വാസത്തിൻ്റെ ശക്തി അവരിൽ ഉണ്ടാകുമോ എന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നാണ് നമുക്ക് അവസരം. ആത്മായ സമൂഹം ഒന്നിച്ച് ഉണരണം. നമ്മുടെ വിശ്വാസത്തെ ചവിട്ടി മെതിക്കുന്ന അനുഭവങ്ങളിലൂടെ അനേകർ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുക. നാനാഭാഗത്തും നമ്മുടെ വിശ്വാസത്തെ തോൽപ്പിക്കാനായിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ പരസ്പരം യുദ്ധം ചെയ്യുന്നത് അവസാനിപ്പിക്കണം. ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യുന്നത് അവസാനിപ്പിച്ച് ഒറ്റ മനസ്സോടെ, ഒറ്റ ഹൃദയത്തോടെ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ പോരാടണം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുത്തുകൊണ്ട് പോരാടാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്
നമ്മളെന്നുള്ള വലിയ തിരിച്ചറിവ് നമുക്കുണ്ടായില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് നമ്മൾ പോകുന്നു എന്ന സത്യം മറക്കണ്ട. ഫിലിപ്പി 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വചനം, നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടേണ്ട, ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത്. അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും. എതിരാളികളിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ, ക്രൈസ്തവ സമൂഹത്തെ തച്ചുടയ്ക്കുവാൻ, സഭാ സംവിധാനത്തെ തച്ചുടയ്ക്കുവാൻ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന മെത്രാന്മാര്, പുരോഹിതന്മാര്, അവരുടെ കൂട്ടായ്മയെ തകർക്കുവാൻ പരിശ്രമിക്കുന്ന സംഘങ്ങളുണ്ട്. സഭയുടെ ഉള്ളിൽ തന്നെ സഭയുടെ ശത്രുക്കൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എതിരാളികളിൽ നിന്ന് ഉണ്ടാകുന്ന യാതൊന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട. ലോകമെമ്പാടും സഭയുടെ എതിരാളികൾ സഭയുടെ മക്കളെ പീഡിപ്പിക്കുന്നു. അതിൻ്റെ പിന്നിൽ ശക്തമായിട്ട് പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും അനേകരെ ഇന്ന് പിശാച് നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ക്രൈസ്തവ സഹോദരങ്ങളെ വലിയ പീഡനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. അനേകം ലോകരാജ്യങ്ങളിലെ ക്രൈസ്തവ സമൂഹം അതിക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു, വധിക്കപ്പെടുന്നു. ക്രൈസ്തവന്റെ കണ്ണുനീരും ക്രൈസ്തവന്റെ നിലവിളിയും ക്രൈസ്തവന്റെ രക്തവും ദൈവസന്നിധി നിലവിളിക്കുന്നുണ്ട്. ആരും ഇത് മറന്നു പോകണ്ട. ക്രൈസ്തവന്റെ കണ്ണുനീര്, ക്രൈസ്തവന്റെ രക്തം, ക്രൈസ്തവന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാ. ഉറപ്പാണ്, സ്വർഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. വിശ്വാസ സമൂഹമേ, നിങ്ങൾ ഉണരണം. സ്വർഗം കണ്ണടച്ചിരിക്കല്ല, സ്വർഗം കണ്ണുപൂട്ടിയിരിക്കല്ല. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പോരാടും. ഉറപ്പാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് മഹത്വപൂർണനായിട്ട് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. ആ യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തെ തകർത്ത് തരിപ്പണമാക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. യേശു എന്നെയും നിങ്ങളെയും നയിക്കുവാനായിട്ട് കൂടെയുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവന്റെ നിലവിളി സ്വർഗത്തിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ക്രൈസ്തവ സമൂഹം ഏറ്റുവാങ്ങുന്ന പീഡനത്തിന്റെ വേദന, നിഷ്കളങ്ക മനുഷ്യരെ വെട്ടിക്കൊല്ലുന്നു, തീയിട്ട് കൊല്ലുന്നു. ആ നിഷ്കളങ്ക മനുഷ്യരുടെ രക്തത്തിന്റെ നിലവിളി. ഇന്ന് ദീപിക പത്രത്തിൽ ഞാൻ വായിച്ച ഒരു വാർത്തയുണ്ട്. ചൈനയില് ക്രൈസ്തവ ദേവാലയങ്ങളില് കുരിശുകൾ തകർക്കുന്നു, ഇമേജുകൾ തകർക്കുന്നു. ചൈനയില് ക്രൈസ്തവ സമൂഹം ഒത്തിരിയേറെ സഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ എത്രയോ രാജ്യങ്ങളില് പല സമൂഹങ്ങളിലൂടെ അതിക്രൂരമായിട്ട് ദൈവത്തിൻ്റെ സ്വന്തം ജനം, ക്രിസ്തീയ വിശ്വാസികൾ വധിക്കപ്പെടുന്നു, ബലാത്സംഗത്തിനിരയാകുന്നു, തീയിട്ട് കൊല്ലുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഗ്രാമങ്ങൾ ചുറ്റരിക്കുന്നു. ലോകമെമ്പാടും അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ അതിക്രമത്തിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ശക്തി പിശാചാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതിൻ്റെ പിന്നിൽ മനുഷ്യനെ ഉപയോഗിക്കുന്ന ആ പൈശാചിക ശക്തിയെക്കുറിച്ച് നമ്മൾക്ക് വലിയ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. 1 യോഹന്നാൻ
4-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. വ്യക്തികളിൽ, സമൂഹങ്ങളിൽ, സമുദായങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. ആത്മാവിനെ നിങ്ങൾ പരിശോധിച്ചറിയണം, അത് ദൈവത്തിൽ നിന്നാണോ എന്ന് പരിശോധിച്ചറിയണം. ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവ് വ്യക്തികളിലൂടെ ദൈവാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ആ ഒരു അനുഭവത്തിലായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന വ്യക്തി സ്നേഹത്തിൻ്റെ മനുഷ്യനായിരിക്കും, സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ മനുഷ്യനായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ വ്യക്തി നിശ്ചയമായിട്ടും സ്നേഹത്തിന് സാക്ഷ്യം കൊടുക്കുന്ന വ്യക്തി ആയിരിക്കും. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആരാണ് ഈ വ്യാജ പ്രവാചകന്മാർ? വ്യാജമായിട്ടുള്ളത് പഠിപ്പിക്കുന്ന വ്യക്തിയാണ് വ്യാജ പ്രവാചകൻ. വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന വ്യക്തികൾ ധാരാളമായിട്ട് ലോകത്തിൽ ഇറങ്ങിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം. യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നുവെന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുക്രിസ്തു ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല, വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്, അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, യേശുക്രിസ്തുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നുള്ള ആത്മാവല്ല, വരാനിരിക്കുന്ന അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ്, ആന്റി ക്രൈസ്റ്റിൻ്റെ ആത്മാവ്. അന്തിക്രിസ്തുവിൽ പ്രവർത്തിക്കുന്ന ആത്മാവ്, യേശുക്രിസ്തുവിനെ ഏറ്റുപറയാത്ത ആത്മാവ്. അതായത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് പിറന്നു, നമുക്ക് വേണ്ടി പീഡ സഹിച്ച് കുരിശിൽ മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. അവൻ വീണ്ടും വരും എല്ലാവരും വിധിക്കുവാൻ. ഇത് വിശ്വസിക്കാത്ത വ്യക്തികളിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ്. യേശുവിൻ്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും ഏറ്റുപറയാത്ത വ്യക്തികളിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അപ്പോൾ യേശുക്രിസ്തു ദൈവമല്ല എന്ന് ആര് പറയുന്നുവോ, യേശുക്രിസ്തുവിൻ്റെ ആ ദൈവത്വത്തെ ആര് നിഷേധിക്കുന്നുവോ, അവര് പ്രവർത്തിക്കുന്ന ആത്മാവാണ് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു. യേശുക്രിസ്തു സ്ഥാപിച്ച കത്തോലിക്ക സഭയെ തകർക്കാൻ ശ്രമിക്കുന്നു. കത്തോലിക്ക വിശ്വാസത്തെ പൂർണ്ണമായിട്ട് തകർക്കാൻ പരിശ്രമിക്കുന്നു. അതുപോലെ ക്രൈസ്തവ വിശ്വാസത്തെ ഈ ഭൂമുഖത്തു നിന്ന് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തികൾ ആരുമായിക്കൊള്ളട്ടെ, അവര് പ്രവർത്തിക്കുന്നത് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണെന്ന് യോഹന്നാൻ ശ്ലീഹ വ്യക്തമായിട്ട് വിശുദ്ധ ബൈബിളിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഈ അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഒരിക്കലും യേശുക്രിസ്തുവിനെ ദൈവമായിട്ടോ ദൈവപുത്രനായിട്ടോ അംഗീകരിക്കത്തില്ല.
യേശുവിൻ്റെ കുരിശുമരണത്തെ, ഉയർപ്പിനെ, വീണ്ടും വരവിനെ അവർ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. അവർ പ്രവർത്തിക്കുന്ന ആ ദുരാത്മാവ് വ്യാജ പ്രവചനത്തിൻ്റെ ആത്മാവ്, വ്യാജത്തിൻ്റെ ആത്മാവ്. ഈ വ്യാജത്തിൻ്റെ ആത്മാവ് ഇന്ന് ലോകമെമ്പാടും ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അന്തിക്രിസ്തുവിൻ്റെ ദുരാത്മാവ്, അവിശ്വാസത്തിൻ്റെ ദുരാത്മാവ് അനേക വ്യക്തികളിൽ ആവസിച്ചു കഴിഞ്ഞിരിക്കുക. അനേക വ്യക്തികളിൽ ഈ അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് പിടിമുറുക്കിയിരിക്കുക. ഈ അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ് സഭയ്ക്കെതിരെ, സഭാമക്കൾക്കെതിരെ പീഡനം അഴിച്ചുവിടുന്നത്. സഭയുടെ വിശ്വാസത്തെ തകർക്കാനായിട്ട് ശക്തമായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് ബാധിച്ചിരിക്കുന്നവരാ. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അവർ ലോകത്തിൻ്റെതാണ്, അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികമാണ്. നിന്റെ ഉള്ളിലുള്ളവൻ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ലോകത്തില് തിന്മയുടെ ദുരാത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് ശക്തമായിട്ട് വ്യക്തികളെ, സമൂഹങ്ങളെ പൂർണ്ണമായിട്ട് പിടിമുറുക്കിയിരിക്കുകയാണ്. ഇതിനെ അതിജീവിക്കാനായിട്ട് ക്രൈസ്തവ സമൂഹം ഒന്നു ചേർന്ന് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ഈ 8 നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ ശക്തമായിട്ട് ത്യാഗത്തോടുകൂടെ ഉണർന്നു പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഈ അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് ബന്ധിക്കപ്പെടണം. സഭാമക്കളെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ദുഷ്ട പൈശാചിക ബന്ധനങ്ങൾ വിട്ടൊഴിയണമെങ്കിൽ ശക്തമായ ഉപവാസവും പ്രാർത്ഥനയും പരിത്യാഗ പ്രവൃത്തികളും സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസികൾ ദൈവസന്നിധിയിൽ നിലവിളിക്കേണ്ടിയിരിക്കുന്നു. പഴയ നിയമപുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, യഹൂദ സമൂഹം, കർത്താവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം വലിയ പ്രതിസന്ധികളിൽ, വേദനകളിൽ, തകർച്ചകളിൽ ഉൾപ്പെട്ടപ്പോൾ കർത്താവിൻ്റെ സ്വന്തം ജനത്തെ വിജാതിയർ യുദ്ധങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിച്ചപ്പോൾ അവർ ചെയ്തതെന്താ? അവരൊന്നു ചേർന്ന് ദൈവത്തിൻ്റെ വചനം വായിച്ചു, ഉപവാസമെടുത്ത് നിലവിളിച്ചു പ്രാർത്ഥിച്ചുവെന്ന പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവസന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമായത്. കർത്താവേ, ഞങ്ങളുടെ നിലവിളി നീ കേൾക്കണം, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണം. സഭയെ, ഓരോ ക്രൈസ്തവ സഹോദരനെയും അങ്ങയുടെ ഉള്ളം കയ്യിൽ അങ്ങ് താങ്ങണം. ലോകമെമ്പാടും അനേക രാജ്യങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം ഇന്ന് അറ്റുപോയിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ തിന്മയുടെ ശക്തികളെ നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഉയർത്തിപ്പിടിക്കാനായിട്ട് സാധിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. യോഹന്നാൻ 8:12 പറയുന്നുണ്ട്, യേശു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശങ്ങളാണ്. ഓരോ വിശ്വാസിയും ലോകത്തിൻ്റെ പ്രകാശമായിട്ട് മാറേണ്ടവരാ. ഇരുട്ട് ഇന്ന് ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക. അന്ധകാരം ഇന്ന് ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ
അന്ധകാരത്തെ തോൽപ്പിക്കണമെങ്കിൽ വെളിച്ചമായിട്ട് നമ്മൾ പ്രകാശിച്ചേ മതിയാവത്തുള്ളൂ. സ്നേഹത്തിന് സാക്ഷ്യം കൊടുത്തുകൊണ്ട് നമ്മൾ മുൻപോട്ട് ജീവിച്ചേ മതിയാവത്തുള്ളൂ. വെളിച്ചത്തിന് സാക്ഷ്യം കൊടുക്കാൻ നമുക്ക് കരുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് തരും. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കാനായിട്ട് സാധ്യമല്ല. മലമുകളിൽ പണിതു വെച്ച പട്ടണം അത് ഉയർന്നു നിൽക്കും. ഏത് താഴ്വാരങ്ങളിൽ എവിടെ നിന്ന് നോക്കിയാലും ഉയർന്നു നിൽക്കുന്ന പട്ടണത്തെ കാണുവാൻ സാധിക്കും. നമ്മുടെ വിശ്വാസം കത്തിജ്വലിക്കണം. നമ്മുടെ വിശ്വാസം ഉണർന്ന് തീപിടിക്കേണ്ടിയിരിക്കുന്നു. ആത്മായ സമൂഹം വിശ്വാസത്തിൽ കത്തിജ്വലിക്കണം. നമ്മൾ തിരിച്ചറിയണം, ആത്മായർ ഉണർന്നെങ്കിലേ സഭ ഉണരത്തുള്ളൂ. ആത്മായ വിശ്വാസികൾ അതിശക്തമായ വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കുന്നവരായിട്ട് മാറണം. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സഹോദരൻ പറഞ്ഞൊരു അനുഭവമാണ്. നന്നായിട്ട് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഒരു ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ചു, വീട്ടിലായി. എന്താ കാരണം പറഞ്ഞത്? ധ്യാനമൊക്കെ കൂടി വചനമൊക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഉള്ളിൽ തോന്നിയ ഒരു തോന്നൽ ഇതാണ്: രാഷ്ട്രീയ രംഗം അത്ര നല്ലതല്ല, അവിടെ അഴിമതിയുണ്ട്, മോശമായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അല്ലേ, തെറ്റായ പല കാര്യങ്ങളുമുണ്ട്. അത് ദൈവഭക്തിയിലേക്ക് വന്ന് എനിക്ക് അവിടെ നിൽക്കാനായിട്ട് സാധ്യമല്ല. തെറ്റുപോയി. അതൊരു തെറ്റായ കാഴ്ചപ്പാടാ. ആ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് തിന്മയുണ്ടെങ്കിൽ, അഴിമതി ഉണ്ടെങ്കിൽ, ഇരുട്ട് നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ പ്രകാശമായിട്ട് നീ അവിടേക്ക് ചെല്ലണം. പ്രകാശം കടന്നു വരുമ്പോൾ ഇരുട്ട് തനിയെ മാറിപ്പോകുക. ഇരുട്ടിനവിടെ നിൽക്കാൻ പറ്റില്ല. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാകേണ്ടിയിരിക്കുന്നു. അതുപോലെ സിനിമാ രംഗം, ബിസിനസ് രംഗം, ഓരോ രംഗത്തു നിന്നും ധ്യാനത്തിലും പ്രാർത്ഥനയിലൊക്കെ വന്ന അനേകര് പിന്മാറി. എന്തിനാ പിന്മാറിയത്? സിനിമാ രംഗത്ത് ഇരുട്ടിൻ്റെ പ്രവർത്തനമാണെങ്കിൽ, അന്ധകാരമാണെങ്കിൽ, അവിടെ വെളിച്ചത്തിന് സാക്ഷ്യം കൊടുക്കുവാൻ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുള്ള കഴിവ് കർത്താവ് നിന്നെ തന്നിട്ടുണ്ടെങ്കിൽ, അവിടെ നിന്ന് ക്രിസ്തുവിന് നീ സാക്ഷ്യം കൊടുക്കേണ്ടവനായിരുന്നു. മറ്റു രംഗം, ബിസിനസ് രംഗം, മറ്റു പലരും ഇന്ന് കൈയടക്കിയിരിക്കുകയാണ്. ബിസിനസ് രംഗത്തുനിന്ന് അനേകം ക്രൈസ്തവർ പിന്മാറി. എന്താ കാരണം? ബിസിനസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ, ബിസിനസ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം കാണിക്കേണ്ടി വരും, കള്ളം പറയേണ്ടി വരും, പലവിധ കാര്യങ്ങൾ ബിസിനസ്സിൽ ഉണ്ട്, ടാക്സ് വെട്ടിക്കണം, അല്ലെ, പല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ബിസിനസ് പറ്റത്തില്ല, അതുകൊണ്ട് ബിസിനസ് അവസാനിപ്പിച്ചു. മണ്ടത്തരവല്ലേ കാണിച്ചത്? ടാക്സ് വെട്ടിക്കാതെ, കള്ളത്തരം കാണിക്കാതെ ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് ബിസിനസ് രംഗത്ത് വെളിച്ചമായിട്ട് മാറുവാൻ ഒരു ക്രൈസ്തവന് കഴിയേണ്ടിയിരിക്കുന്നു. എത്രയോ പേരാ ടൗണുകളിൽ സ്വന്തമായിട്ടുണ്ടായിരുന്ന കെട്ടിടങ്ങളെ, സ്ഥലങ്ങൾ വിറ്റ് കഴിഞ്ഞത്. പലരും ഇന്ന് മണ്ടത്തരം പറ്റിയെന്ന് പറയുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയണം, എല്ലാ രംഗത്തും ക്രിസ്തീയ വിശ്വാസികൾ മുന്നിട്ട് കടന്നു വരേണ്ടിയിരിക്കുന്നു. നമ്മളെ വെളിച്ചം കൊടുക്കാനായിട്ട് വിളിച്ചതാണ് യേശു. വൈദിക ശ്രേഷ്ഠന്മാർക്ക്, സഭാ മേലധ്യക്ഷന്മാർക്കൊക്കെ പ്രവർത്തിക്കാൻ പറ്റാത്ത പല മണ്ഡലങ്ങളിലും ആത്മായ വിശ്വാസികൾക്ക് ശക്തമായിട്ട് പ്രവർത്തിക്കുവാൻ, നിലപാടെടുക്കുവാൻ, സംസാരിക്കുവാൻ ദൈവം അവസരമൊരുക്കിയിട്ടുണ്ട്. അതിന് തയ്യാറാവണം നമ്മൾ. ആത്മായ സഹോദരങ്ങൾ ഉണരണം. എല്ലാ രംഗത്തേക്കും നമ്മൾ ഇറങ്ങേണ്ടിയിരിക്കുന്നു. ബിസിനസ് മോശമാണ്, സിനിമ മോശമാണ്, രാഷ്ട്രീയം മോശമാണ്, അങ്ങനെ പല രംഗങ്ങളും കൊള്ളത്തില്ല. അവിടെയൊക്കെ തിന്മയാണ്, ഇരുട്ടാണ്, പാപം ചെയ്യേണ്ടി വരും. നോക്കിക്കേ, എവിടേക്ക് നോക്കിയാലും എല്ലായിടത്തും പാപമുണ്ട്, ഇരുട്ടുണ്ട്, തിന്മയുണ്ട്, പിശാച് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ അതിനെ കീഴ്പ്പെടുത്താനായിട്ട് വെളിച്ചത്തിൻ്റെ മക്കളായിട്ട് കർത്താവ് എന്നെയും നിങ്ങളെയും അയച്ചുകൊണ്ടിരിക്കുകയാ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ചിന്താമണ്ഡലം മാറേണ്ടിയിരിക്കുന്നു, ചിന്താശൈലി മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ വചനം നിറയണം. നമ്മളായിരിക്കുന്നിടത്ത് അതെവിടെയുമായിക്കൊള്ളട്ടെ, അവിടെ വചനത്തിന് സാക്ഷ്യം, ക്രിസ്തുവിന് സാക്ഷ്യം, സത്യത്തിന് സാക്ഷ്യം കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ ശക്തനായ ഒരു കഥാപാത്രമാ സ്നാപക യോഹന്നാൻ. വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം കൊടുക്കുവാൻ സ്നാപകൻ കടന്നു വന്നു. സ്നാപകൻ സത്യം വിളിച്ചു പറഞ്ഞു. ഹെറോദേസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിന്റെ സഹോദരൻ ഫിലിപ്പോസിന്റെ ഭാര്യയെ നീ വെച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്. തൻ്റെ ഇടമായിട്ട് സ്നാപകൻ സത്യം വിളിച്ചു പറയുക. യേശുവിന് മുന്നോടിയായിട്ട് വെളിച്ചത്തിന് സാക്ഷ്യം കൊടുക്കാനായിട്ട് വന്ന സ്നാപക യോഹന്നാൻ. ഇതേ ദൗത്യം തന്നെയാ ഓരോ വിശ്വാസിക്കും യേശു നൽകിയിരിക്കുന്നത്. വെളിച്ചത്തിന് സാക്ഷ്യം കൊടുക്കുവാൻ, സത്യം പറയുവാൻ, സത്യത്തിനു വേണ്ടി എവിടെയും നിലകൊള്ളുവാനായിട്ട് നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. സ്നാപക യോഹന്നാൻ സത്യം വിളിച്ചു പറഞ്ഞു. സത്യം വിളിച്ചു പറഞ്ഞ സ്നാപക യോഹന്നാന്റെ കഴുത്തുവെട്ടി അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ സത്യത്തിനു വേണ്ടി നിലകൊണ്ടാൽ, വിശ്വാസത്തിനു വേണ്ടി നിലകൊണ്ടാൽ നമുക്ക് വേദനകളിലൂടെ, പീഡകളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഉറപ്പാണ്. പക്ഷെ ഈ കടന്നുപോകൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കരുത്തും ഓജസ്സും തെളിയിക്കുന്നതായിട്ട് മാറുകയാണ്. സ്വർണത്തിന് മാറ്റു കൂടുന്നത് പോലെ വിശ്വാസിയുടെ മാറ്റ് കൂടേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ക്രൈസ്തവ സഭാ സമൂഹങ്ങൾ പോരടിക്കുന്നത് അവസാനിപ്പിക്കണം. ഈ അടുത്ത നാളിൽ പരസ്പരം കേസൊക്കെ ഉണ്ടായി. വിജയിച്ച സഭകൾ ദേവാലയങ്ങൾ പിടിച്ചെടുത്തപ്പോൾ പത്രത്തിൽ ഞാൻ പടം കണ്ടു. അവരൊക്കെ അവിടെ ദേവാലയങ്ങളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു. അവരെ അടക്കം ചെയ്ത പിതാക്കന്മാരുടെ കല്ലറയിങ്കൽ നിന്ന് കരയുന്നത് ഞാൻ കണ്ടു. ഇതൊരു വലിയ വേദനയാ, ഹൃദയവേദനയാ. നമ്മൾ ആരെയാ തോൽപ്പിച്ചത്? നമ്മുടെ സഹോദരങ്ങളെ തന്നെയല്ലേ തോൽപ്പിച്ചിരിക്കുന്നത്? ഈ വലിയ ദേവാലയങ്ങളിൽ 10, 20, 25 വർഷം കഴിഞ്ഞ് യേശുവിനെ ആരാധിക്കുവാൻ ഒരു തലമുറ ഉണ്ടാകുമെന്ന് നിങ്ങളിൽ എത്ര പേർ ഉറപ്പുണ്ട്? എല്ലാ സഭകളും ഒന്നിക്കണം, എല്ലാ സഭകളും ഒറ്റക്കെട്ടായിട്ട് മാറണം. ക്രൈസ്തവ സമൂഹം ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കൂട്ടായ്മയുടെ ശക്തി നമ്മൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തി നമ്മളെ എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങൾ, അതേത് മണ്ഡലമാവട്ടെ, ആ മണ്ഡലത്തെ വിട്ടു നമ്മൾ ഒളിച്ചോടാൻ വരട്ടെ. ഇരുട്ട് വ്യാപരിക്കുമ്പോൾ പ്രകാശം ഇവിടേക്ക് വന്നാൽ മതി, ഇരുട്ട് വിട്ടുപോയിക്കൊള്ളും. അവിടെ ഇരുട്ടിനെ തോൽപ്പിക്കാനായിട്ട് യേശു നിന്നെ വിളിച്ചിരിക്കുകയാ. അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് ലോകമെമ്പാടും അതിശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ക്രിസ്തുവിൻ്റെ സഭയ്ക്കെതിരെ, ക്രിസ്തു വിശ്വാസികൾക്കെതിരെ, സഭാ നേതൃത്വത്തിനെതിരെ ആഗോളമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6, 7, 8 വചനങ്ങൾ. നാം പരസ്പരം സ്നേഹിക്കണം. ഇതാണ് സ്നേഹം, നാം അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചു നടക്കുക.
കൽപ്പനകളാകട്ടെ ആരംഭം മുതലേ നിങ്ങൾ ശ്രവിച്ചിരുന്നത് പോലെ സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നതും. ക്രിസ്തുവിൻ്റെ സഭയുടെ മുഖമുദ്ര സ്നേഹമാണ്. ക്രൈസ്തവന്റെ മുഖമുദ്ര സ്നേഹമാണ്. യേശു പറയുന്നു യോഹന്നാൻ 13:34, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന നൽകുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു കൽപ്പന നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നിങ്ങളുടെ പരസ്പര സ്നേഹം കൊണ്ട് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം മുഴുവൻ അറിയട്ടെ. ഓരോ വിശ്വാസിയുടെയും വിശ്വാസത്തിൻ്റെ ശക്തി സ്നേഹമാണ്. നമ്മൾ സ്നേഹത്തിന് സാക്ഷ്യം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാ. നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണം. എല്ലാവരെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരെയും നമ്മൾ സ്നേഹിക്കണം. അവിടെ ജാതി വ്യത്യാസമില്ല, മതമോ വർഗമോ നിറമോ വർണ്ണമോ വ്യത്യാസമില്ല. എല്ലാവരെയും സ്നേഹിക്കാൻ വേണ്ടിയാ യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത്. അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് ഇരുട്ടിൻ്റെ പ്രവർത്തനം ശക്തമായിട്ട് നടത്തുമ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിറഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ നടത്തണം. ഗലാത്യ 5:6 സ്നേഹത്തിൽ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് പരമപ്രധാനം. സ്നേഹത്തിൽ പ്രവർത്തിക്കുന്ന വിശ്വാസം, അതാ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട വിശ്വാസം. നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു. ഹിന്ദുവിനെ സ്നേഹിക്കുന്നു, മുസൽമാനെ സ്നേഹിക്കുന്നു, സിഖാനെ സ്നേഹിക്കുന്നു, പാഴ്സിയെ സ്നേഹിക്കുന്നു, എല്ലാ മതസ്ഥരെയും നമ്മൾ സ്നേഹിക്കുന്നു. ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് അതാണ്. വലതുകരണം തടിച്ചാൽ ഇടതുകരണം കാണിച്ചു കൊടുക്കുക. യേശു നമ്മളെ പഠിപ്പിച്ചത് ക്ഷമിക്കാനും സ്നേഹിക്കാനുമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മാതൃക അതുതന്നെയാണ്. നമ്മൾ വിശ്വാസത്തിൽ സ്നേഹത്തിൽ കരുത്തുള്ളവരായിട്ട് മാറണം. എവിടെയും എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം. നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അവരെ സ്നേഹിക്കണം. സത്യം തിരിച്ചറിയണം, സത്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം. വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യേശുക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്നുവെന്ന് സമ്മതിക്കാത്തവരാണവർ. ഇങ്ങനെ ഉള്ളവനാണ് വഞ്ചകനും അന്തിക്രിസ്തുവും. യേശുക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ച് വന്നുവെന്ന് സമ്മതിക്കാത്തവനാണ് വഞ്ചകനും അന്തിക്രിസ്തുവും. അവിടെ യേശുവിനെ നിഷേധിക്കുന്ന, യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തെ പാടെ തള്ളിക്കളയുന്നവർ ആരുമായിക്കൊള്ളട്ടെ, അവരാണ് വഞ്ചകര്, അവരാണ് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് ബാധിച്ചവർ. അവർ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ടെലിവിഷൻ ചാനലുകൾ എന്തു നോക്കിയാലും എല്ലായിടത്തും സഭയ്ക്കെതിരെയുള്ള പ്രവർത്തനം ശക്തമാണ്. ഒരു കുഞ്ഞു കാര്യമുണ്ടെങ്കിൽ അതിനെ വലുതാക്കി എത്രമാത്രം സഭാ നേതൃത്വത്തെ, വിശ്വാസ സമൂഹത്തെ വേദനിപ്പിക്കാമോ പീഡിപ്പിക്കാമോ അത് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ആരോടും വൈരാഗ്യമില്ല, ആരോടും നമുക്ക് വിദ്വേഷമില്ല. നമ്മുടെ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ട്. യേശു നമ്മളെ പഠിപ്പിച്ചതാ സ്നേഹത്തിൻ്റെ സാക്ഷ്യം. നമ്മളെല്ലാവരെയും സ്നേഹിക്കണം. പക്ഷേ നമുക്കെതിരെ ഉള്ള വേട്ടയാടൽ ക്രൈസ്തവ സമൂഹത്തെ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുത്തുന്ന, അവഗണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ സത്യം
പറയുവാൻ ഇവിടുത്തെ ഓരോ അൽമായനും ത്രാണി വേണം, ശക്തി വേണം. പരിശുദ്ധാത്മാവിനാൽ ഓരോ വിശ്വാസിയും നിറയേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മൾ എല്ലാ സഭയിലുള്ളവരെയും കൂടുതൽ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ന് നടക്കുന്ന ലോകത്ത് നടക്കുന്ന ഈ കാര്യങ്ങൾ മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം പിശാച് മനുഷ്യന്റെ ബുദ്ധിയെ അന്ധകാരമാക്കിയിരിക്കുക. 2 കൊരിന്തോസ് 4-ാം അധ്യായത്തിൽ 3-4 വചനങ്ങൾ. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ക്രിസ്തു നൽകിയ സുവിശേഷ സത്യം അതിനെ പൂർണ്ണമായിട്ട് തടയുന്നത് തിന്മയുടെ ശക്തികളാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ദേവൻ അത് പിശാച, അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസിയുടെ, ആരാണ് അവിശ്വാസി? ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനായി നാഥനായി അംഗീകരിക്കാത്ത വ്യക്തികൾ. അവിശ്വാസികളെ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അവിശ്വാസികളുടെ മനസ്സിനെ, ബുദ്ധിയെ, ചിന്താമണ്ഡലത്തെ ആന്റി ക്രൈസ്റ്റിന്റെ ആത്മാവ് അന്ധമാക്കിയിരിക്കുന്നു. സത്യം അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. യഥാർത്ഥ വെളിച്ചത്തെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മനുഷ്യനെ കൊന്നൊടുക്കുന്നു, ബോംബ് സ്ഫോടനങ്ങൾ, എന്തെല്ലാമാണ് ലോകത്തിലാഗോളം നടന്നുകൊണ്ടിരിക്കുന്നത്. സമാധാനം നഷ്ടപ്പെടുകയാ. ജീവിതം ഇന്ന് ഒരു ഭയാനകമായൊരവസ്ഥയിലേക്ക് മാറുന്ന ഒരവസ്ഥ. ഇന്ന് ഒരു പ്രിയപ്പെട്ട സിസ്റ്റർ എന്നോട് പറയുകയാണ്, വരും കാലങ്ങളെ ഓർക്കുമ്പോൾ ഹൃദയത്തിൽ ഭയം നിറയുന്നു, എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല. ആ സിസ്റ്റർ പറയുക, ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ജനമേ, ഈ 8 ദിവസത്തെ വചന ശുശ്രൂഷയിൽ ഇന്നലെ ബഹുമാനപ്പെട്ട വട്ടായിയച്ചൻ ചില സത്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. അത് നമ്മൾ മനസ്സിലാക്കണം. സഭാസമൂഹം ഒന്നിച്ച് സത്യങ്ങൾ മനസ്സിലാക്കി ജാഗ്രതയോടെ, പ്രാർത്ഥനയോടെ, വലിയ വിശ്വാസത്തോടെ മുൻപോട്ട് പോകണം. അവരുടെ മനസ്സിനെ ഈ ലോകത്തിൻ്റെ ദേവൻ അന്ധമാക്കിയിരിക്കുന്നു. അവിശ്വാസികളുടെ മനസ്സിനെ. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ദൈവത്തിൻ്റെ പ്രതിരൂപമായ, ദൈവത്തിൻ്റെ ഏകജാതനായ, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അനേക രാജ്യങ്ങളിൽ അതിനുവേണ്ടി പിശാച് അനേക വ്യക്തികളെ, പ്രസ്ഥാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു അനുഭവം നമ്മൾ കാണുകയാണ്. വിശ്വാസത്തിൻ്റെ അടിവേര് പൂർണ്ണമായിട്ട് വെട്ടിമുറിക്കുന്ന വിധത്തിൽ തിന്മയുടെ ശക്തി ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ ആ രക്ഷാകര ചരിത്രത്തെ മനുഷ്യ ഹൃദയത്തിൽ നിന്ന് മാറ്റുവാനായിട്ട് പിശാച്, അന്ത്യക്രിസ്തുവിന്റെ ആത്മാവ് അനേകരെ പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥ സത്യദൈവത്തെ, ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം അവരുടെ ബുദ്ധിയെ, മനസ്സിനെയൊക്കെ അന്ധമാക്കിയിരിക്കുക. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം പറയുന്നു, ആകാശത്തിൽ ഭൂമിയിൽ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല.
രക്ഷയ്ക്ക് വേണ്ടി യേശുവിൻ്റെ നാമം മാത്രമേ ദൈവപിതാവ് നൽകിയിട്ടുള്ളൂ. സങ്കീർത്തനം 3:6, എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടത്തില്ല. ജീവിക്കുന്ന ദൈവം, ശക്തനായവൻ യേശു ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്. ജീവിക്കുന്ന കർത്താവ് എൻ്റെ ഉള്ളിലുണ്ട്. 1 കൊരിന്തോസ് 8:6 നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ. ആരാണോ സർവം സൃഷ്ടിച്ചത്, ആർക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. ഒരു കർത്താവേ നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശു ക്രിസ്തു. നമുക്കൊരു കർത്താവേ ഉള്ളൂ, നമുക്കൊരു ദൈവമേ ഉള്ളൂ, നമുക്കൊരു രക്ഷകനേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. നിന്റെ വിശ്വാസത്തെ നീ പരീക്ഷിച്ചറിയുക. നിന്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുണ്ടോ? 1000 നിനക്ക് ചുറ്റും പാളയമടിച്ചാലും നീ ഭയമറിയത്തില്ല. ഹല്ലേലൂയ. 1000 നിനക്കെതിരെ ചിറി വന്നാലും നിന്നെ തകർക്കാനായിട്ടാവില്ല. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളെ തച്ചുടയ്ക്കാനുള്ള പരിശ്രമങ്ങളെ നമ്മൾ നേരിടേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനയിലൂടെ എല്ലാറ്റിൻ്റെയും ശക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ, പ്രാർത്ഥിക്കുന്ന സമൂഹത്തിൽ, പ്രാർത്ഥിക്കുന്ന സഭാ വിഭാഗങ്ങളില ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ ഇടപെടണമെങ്കിൽ വിശ്വാസ സമൂഹം തീഷ്ണമായ പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് മാറേണ്ടിയിരിക്കുന്നു. ഈ അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവ് ബന്ധിക്കപ്പെടണമെങ്കിൽ വിശ്വാസ സമൂഹം അതിശക്തമായ പ്രാർത്ഥന ജീവിതത്തിലേക്ക് വരണം. വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ, രാഷ്ട്രീയം, ബിസിനസ്, സിനിമാരംഗം, ജോലി സ്ഥലങ്ങൾ, IT മേഖല, എന്തുമാവട്ടെ, അധ്യാപക മേഖല, ഏത് മേഖലയുമാവട്ടെ, അവിടെ എല്ലാം നമ്മൾ ശക്തമായിട്ട് സ്നേഹത്തിൻ്റെ സാക്ഷ്യം, വെളിച്ചത്തിൻ്റെ സാക്ഷ്യം കൊടുക്കുമ്പോൾ ഇരുട്ട് മാറിപ്പോകും. ഹല്ലേലൂയ. റോമാലേഖനം 11:4 പറയുന്നു, ദൈവം അവനോട് മറുപടി പറഞ്ഞത് എന്താണെന്നോ, ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7,000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. ബാലിൻ്റെ മുൻപിൽ മുട്ടുകുത്താത്ത 7,000 പേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതെ, ഈ കാലഘട്ടത്തിലും കർത്താവ് തൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്തുകൊണ്ട് അനേകം വ്യക്തികളുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ ക്രൈസ്തവ സഭാ സമൂഹങ്ങളിൽ ആത്മാവിൻ്റെ തീ കത്തുന്ന മനുഷ്യരെ ഈ കാലഘട്ടത്തിൽ കർത്താവ് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മ അഗ്നി ജ്വലിക്കുന്ന മനുഷ്യരെ ഈ കാലഘട്ടത്തിൽ അനേക സ്ഥലങ്ങളിൽ, ലോകരാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കുന്ന ഒരു സമയമാണിത്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പകർച്ചവ്യാധി ഉണ്ടായി, ലോക്ക്ഡൗൺ ഉണ്ടായി. ഇതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതികളെ പൂർണ്ണമായിട്ട് നടക്കത്തുള്ളൂ. ദൈവം തീരുമാനിച്ചതേ നടക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ സഭയെ തകർക്കാൻ ആർക്കും പറ്റില്ല. ദൈവത്തിൻ്റെ ജനത്തെ പൂർണ്ണമായിട്ടില്ലായ്മ ചെയ്യാൻ ആർക്കും സാധിക്കത്തില്ല. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, രാജകീയ പുരോഹിത വംശമാണ്. നമുക്ക് വിശ്വാസത്തിൽ കൂടുതൽ ഉറപ്പുള്ളവരായിട്ട് മാറാം, വിശ്വാസത്തിൽ ജ്വലിക്കുന്നവരായിട്ട് മാറാം. എല്ലായിടത്തും സത്യം തുറന്നു പറയുവാൻ നമുക്ക് സാധിക്കട്ടെ. സത്യത്തിനു വേണ്ടി
നമുക്ക് നിലകൊള്ളാം. ഈ 8 നോമ്പിൻ്റെ ദിവസങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ച് നമുക്ക് ശക്തി പ്രാപിക്കാം. എല്ലാ സഭാ വിഭാഗങ്ങളും ഉണരണം, പരിശുദ്ധാത്മാവിൽ നിറയണം. നമ്മുടെ ചുറ്റുവട്ടത്തും ആഗോളമായിട്ട് നടക്കുന്നതായ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ എല്ലാവർക്കും ദൈവത്തിൻ്റെ ആത്മാവ് ജ്ഞാനം കൊടുക്കട്ടെ. ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ അന്ന് കർത്താവായ ദൈവം തെരഞ്ഞെടുത്തുവെങ്കിൽ ഇന്നുമിതാ കർത്താവ് അനേകരെ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുക. ലോകമെമ്പാടും അനേകരെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുന്നു. നമുക്ക് ഒറ്റ മനസ്സോടെ ഒറ്റ ആത്മാവോടെ സഭയോട് ചേർന്ന് മുന്നേറാം. എല്ലാ സഭാ വിഭാഗങ്ങളും ഐക്യത്തിലേക്കും സ്നേഹത്തിലേക്കും കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അത് സംഭവിക്കണം, അത് വളരെ വേഗം സംഭവിക്കണം. നമുക്ക് ഒന്നിച്ച് വിശ്വാസ ജീവിതത്തിൽ മുന്നേറാം. കർത്താവ് ഞങ്ങളെല്ലാവരെയും ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൽ ജ്വലിക്കുന്ന ഒരു ഹൃദയം, വിശ്വാസത്തിൽ എരിയുന്ന ഒരു ഹൃദയം ഞങ്ങൾക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയാണ്. ആരാധനയിൽ ശക്തമായിട്ട് ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളൊക്കെ സമർപ്പിച്ച് നമ്മൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ ഭവനങ്ങളിലോ അല്ല മറ്റു സ്ഥലങ്ങളിലോ ജോലിസ്ഥലത്ത് എവിടെയാണെങ്കിലും നന്നായിട്ട് സ്തുതിച്ച് ആരാധിച്ച് യേശുവിനെ മഹത്വപ്പെടുത്തി ഈ ശുശ്രൂഷയിൽ തീഷ്ണമായിട്ട് പങ്കെടുക്കുക. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന ആരാധന. യേശുവേ ആത്മാവിൻ്റെ ശക്തി അയക്കണമേ. സഭാ സമൂഹത്തെ ഉണർത്തണമേ, സഭാ സമൂഹത്തെ ഉണർത്തണമേ, വിശ്വാസ സമൂഹത്തെ ഉണർത്തണമേ. ആത്മായ സമൂഹത്തിനുടെ വലിയൊരു ഉണർവിൻ്റെ അഭിഷേകം തുറക്കണമേ. സഭയുടെ ശക്തി ആത്മായരാണല്ലോ. ആത്മായ സമൂഹത്തെ ഉണർത്തണമേ. യുവതി യുവാക്കന്മാരെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവെ ഉണർത്തണമേ.
യുവതി യുവാക്കന്മാരുടെ മേൽ ആത്മാവിൻ്റെ അഭിഷേകം പകരണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം. യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് എല്ലാവരും പറയുന്നത്? ഇവർ പറഞ്ഞു, ചിലർ പറയുന്നുണ്ട് സ്നാപക യോഹന്നാൻ, മറ്റു ചിലർ പറയുന്നു ഏലിയ, ചിലർ പറയുന്നു ജെറമിയ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് ഉത്തരം കൊടുക്കുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പത്രോസ് വിശ്വാസം പ്രഖ്യാപിക്കുക, നീ ജീവനുള്ള ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ, ദൈവത്വത്തെ, രക്ഷാകര പദ്ധതിയുടെ മുഴുവൻ പത്രോസ് ഒറ്റ വാക്കിലൂടെ ഏറ്റുപറയുക. യേശു പറഞ്ഞു, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ നൽകും. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. പത്രോസാകുന്ന പാറമേൽ യേശു തൻ്റെ സഭ സ്ഥാപിച്ചു. ഈ സഭയെ തകർക്കുവാൻ ആദിമ നൂറ്റാണ്ട് മുതൽ ഇന്നും പിശാച് ശക്തമായിട്ട് സാമ്രാജ്യങ്ങളെയും വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സഭ മുൻപോട്ട് പോകുക, സഹനങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ, വേദനകളിലൂടെയൊക്കെ. ഈ സഭയുടെ മൂലക്കല്ല് ക്രിസ്തുവ. പത്രോസ് വിശ്വാസം പ്രഖ്യാപിച്ചു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവ. ഓരോ വിശ്വാസിയും ഇത് പ്രഖ്യാപിക്കണം, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു. ആ വിശ്വാസം ഞാൻ പ്രഖ്യാപിക്കുന്നു. ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. വിശ്വാസത്തിൻ്റെ പ്രതിസന്ധികളെ പ്രാർത്ഥനയിലൂടെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കണം. സഭയെ തകർക്കാനായിട്ട് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടാരൂപികൾ, അന്തിക്രിസ്തുവിൻ്റെ ദുരാത്മാവ്, വ്യാജ പ്രവാചകന്മാർ, സഭയെ തേജോവധം ചെയ്യാൻ, സഭാ നേതൃത്വത്തെ നിരന്തരം അവഹേളിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ, മാധ്യമങ്ങൾ, അവയൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സഭയുടെ ശത്രുക്കളെ അങ്ങ് ചിതറിക്കണമേ, സഭയുടെ ശത്രുക്കളെ അങ്ങ് ബന്ധിക്കണമേ. സഭയോട് ചേർന്ന് എൻ്റെ ആത്മീയ പിതാക്കന്മാരോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവേ, കരുണ ചൊരിയണമേ, അങ്ങയുടെ തിരുരക്തമൊഴുക്കണമേ. സഭയുടെ ശത്രുക്കൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ശക്തമായി സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തുതി ഉയരട്ടെ. എല്ലാവരും ശക്തമായി സ്തുതിച്ചേ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനം പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ സഭയുടെ ശത്രുക്കളെ ബന്ധിക്കുന്നു. സഭയുടെ ശത്രുക്കൾ ചിതറിക്കപ്പെടട്ടെ. സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന പൈശാചിക ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. സഭയോട് ചേർന്ന്, അപ്പസ്തോലിക അധികാരത്തോട് ചേർന്ന്, എൻ്റെ ആത്മീയ പിതാക്കന്മാരോട് ചേർന്നുകൊണ്ട്, സഭ അധ്യക്ഷനോട്, രൂപതാധ്യക്ഷനോട് ചേർന്നുകൊണ്ട് ബന്ധിക്കുന്നു. സഭയുടെ ശത്രുക്കൾ നിർവീര്യമാവട്ടെ. അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ. അന്ധകാര ശക്തികൾ നിർവീര്യമാവട്ടെ. സാത്താന്റെ കോട്ടകൾ തകരട്ടെ. വിശ്വാസ സമൂഹം ഉണരട്ടെ. വിശ്വാസികൾ ശക്തരായിട്ട് മാറട്ടെ. യുവജനങ്ങൾ ശക്തരായിട്ട് മാറട്ടെ. ഹല്ലേലൂയ. സ്തുതിച്ചേ. ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമേറ്റി സ്തുതിച്ചേ. സ്വരമേറ്റി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശക്തമായി രണ്ടു കരങ്ങളും ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച യേശുവേ, യേശുവേ, നിന്റെ നാമത്തെ വിളിക്കുന്നു. ദൈവജനത്തിന്റെ നിലവിളി സ്വർഗത്തിലെത്തട്ടെ.
ദൈവജനത്തിന്റെ കണ്ണുനീരും രക്തവും സ്വർഗത്തിലെത്തട്ടെ. പിതാവേ, സഭയുടെ മേൽ, സഭാമക്കളുടെ മേൽ, വിശ്വാസ സമൂഹത്തിന്റെ മേൽ ശക്തി അയക്കണമേ. എല്ലാ സഭകളും ഒന്നായിട്ട് മാറട്ടെ. സഭയുടെ പോരാട്ടങ്ങൾ, തെരുവോരങ്ങളിലെ കലഹങ്ങൾ അവസാനിക്കട്ടെ. സഭാമക്കൾ ഐക്യത്തിലാവട്ടെ, ഏകമനസ്സാവട്ടെ, ഒന്നായിട്ട് മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, കരുണ ചൊരിയണമേ, കരുണ ചൊരിയണമേ, കരുണ ചൊരിയണമേ. സാത്താനെയും അവന്റെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. സാത്താന്യ ശക്തികൾ, അന്തിക്രിസ്തുവിന്റെ ആത്മാവ് ലോകമെമ്പാടും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. സഭയോട് ചേർന്ന് കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു, ബന്ധിക്കപ്പെടട്ടെ. സഭയുടെ മക്കൾ ഉണരട്ടെ, സഭയുടെ മക്കൾ ശക്തരാവട്ടെ, സഭയുടെ മക്കൾ സത്യം തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരമെത്തിപ്പിടിച്ച് സ്തുതിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി വിളിച്ച യേശുവേ, യേശുവേ, എല്ലാവരും വിളിച്ച യേശുവേ, കരുണ കാണിക്കണമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, സഭയുടെ മേൽ, സഭാമക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കാമോ? വിളിച്ച യേശുവേ, യേശുവേ, ദാവീദിന്റെ പുത്രാ, ക്രൈസ്തവ സമൂഹത്തിന്റെ മേൽ, സഭാമക്കളുടെ മേൽ കരുണ കാണിക്കണമേ. വിശ്വാസ സമൂഹത്തെ ഉണർത്തണമേ. വിശ്വാസികൾ ആത്മാവിൽ ചൊരിയട്ടെ. സഭയുടെ ശബ്ദങ്ങൾ ചുമരട്ടെ. അന്ധകാരത്തിന്റെ ആധിപത്യം നിർവീര്യമാവട്ടെ. ഹല്ലേലൂയ. വെളിച്ചത്തിന് സത്യമായി ക്രൈസ്തവ സഹോദരങ്ങളെ ഉയർത്തണമേ. ആത്മാവിൽ ചൊരിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നും എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. വരും ദിവസങ്ങളിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഷെക്കിന ചാനൽ ഒരുക്കിയിരിക്കുന്ന ഈ വചനത്തിൻ്റെ വിരുന്ന് ഒരു പുതിയ പെന്തക്കോസ്തായിലേക്ക്, ഒരു പുതിയ പുറപ്പാടിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഉണർത്തിയിരിക്കുകയാണ്. ദൈവജനമേ ഉണരുക, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം, സ്നേഹത്തിൽ മുന്നേറാം. കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളെല്ലാവരെയും ശക്തരാക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എനിക്ക് വേണ്ടിയും ടീമിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവിന് കൊടാനുകൂടി മഹത്വം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന് മാത്രമാണ് മഹത്വം. യേശുവിൻ്റെ നാമം ലോകമെമ്പാടും ഉയരട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ.